ഹായ് ഫ്രണ്ട്സ്, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെയ്ച്ചോറും അതേപോലെ തന്നെ അതിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുമാണ്. ചിക്കൻ കറി വയ്ക്കുന്നതിന് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉള്ളി അരിയാം. ചെറിയ ഉള്ളിയും കുറച്ച് സബോളയും കൂടി എടുത്തിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിനകത്തോട്ട് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ആദ്യം കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും സബോളയും കൂടെ അരിഞ്ഞതിടാം. അതൊന്ന് കുറച്ച് വഴന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റുക. അപ്പോൾ ഇതിലോട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലം, പിന്നെ പൊടി ഐറ്റംസ് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് വേണം. ലേശം ഉലുവയുടെ പൊടിയും കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കും. എന്നിട്ട് ഇതും നമ്മൾ ചൂടാക്കാത്ത ഒക്കെ ഒരു മസാലകളാണ്. ഇത് എടുത്തിട്ട് നമ്മൾ മിക്സി നല്ലപോലെ പൊടിച്ചതിന് ശേഷം നല്ല തരിയൊന്നുമില്ലാതെ നല്ല നേർമയായിട്ട് പൊടിച്ചിട്ട് ഈ ഉള്ളിയെല്ലാം വഴറ്റിയതിനകത്തോട്ട് ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണമൊക്കെ മാറി എല്ലാം സൂപ്പറായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം വേണം അതിലോട്ട് നമ്മൾ ചിക്കനെല്ലാം ഇട്ട് ഉപ്പും ചേർത്ത്. വെള്ളം നമ്മൾ ചേർക്കത്തില്ല. ഈ ചിക്കനിൽ വെള്ളം നമ്മൾ കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരും. അത് കാരണം നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരും. പ്രത്യേകിച്ച് നമ്മൾ നെയ്ച്ചോറിനുണ്ടാക്കുന്നതായതുകൊണ്ട് കുറേ അങ്ങനെ ഗ്രേവി വേണ്ട. പിന്നെ സാലഡൊക്കെ ഉണ്ടല്ലോ, അത് കാരണം നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് എല്ലാം ഒന്ന് ഇളക്കി പൊത്തി അവിടെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെക്കുക. ഇപ്പോൾ ചിക്കൻ കറി ഏകദേശം എല്ലാം പാകമായി. പക്ഷേ അല്പം പോലും നമ്മൾ വെള്ളം ചേർത്തിരുന്നതല്ല ഇതിലോട്ട്. പക്ഷേ നല്ലതായിട്ട് വെള്ളം അതിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ഗ്രേവി വേണ്ട, ഒന്ന് പെരണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് കുറച്ച് ബദാമും കുറച്ച് കശുവണ്ടിയും കൂടെ നല്ലതായിട്ട് മിക്സിയിൽ അത് കുതിർക്കണമെന്നൊന്നുമില്ല, എന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലൊഴിച്ച് അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട്. പക്ഷേ ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഒരു ഭയങ്കര പ്രത്യേകതയാണ്. അത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക്. നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ആയിട്ട് യോജിക്കുന്ന ഒരു കറിയാണിത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നെയ്ച്ചോറും കൂടെ റെഡിയാക്കാം. അതിലേക്ക് ആവശ്യത്തിനായി ഞാനൊരു 5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈമ റൈസാണ് നമ്മൾ ഇതിനകത്തോട്ട് എടുത്തിട്ടുള്ളത്. കൈമ റൈസ് നമ്മൾ അരമണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് എടുക്കണം. പിന്നെ അരമണിക്കൂർ കുതിർത്ത് വെച്ച റൈസാണ്. ഇപ്പോൾ ഫ്രൈ പാൻ വെച്ചു, അതിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സബോളയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കശുവണ്ടിയും കിസ്മിസും കൂടെ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ കുറച്ച് മസാല, അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, അതേപോലെ തന്നെ മുഴുവനുള്ള കുരുമുളക് ഇത്രയിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് സബോള, അതേപോലെ തന്നെ രമ്പയില നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക് നെയ്ച്ചോറിന്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ട് അതിലോട്ട് ഇടണം. അതും ഒന്ന് ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് മൂപ്പിക്കുക. അതിന് ശേഷം നമുക്ക് റൈസ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇടാം. റൈസ് കുതിർത്ത് വെച്ചത് ഇട്ടിട്ട് ഈ നെയ്ക്കകത്ത് നല്ലതായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് മൂപ്പിക്കണം. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് അതിൻ്റെ ഇപ്പം 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കാരണം 10 കപ്പ് വെള്ളം തിളപ്പിച്ച് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഇടണം. ഉപ്പും ഇട്ട്
നാരങ്ങ, ഒരു മുറി നാരങ്ങ അതിലോട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി ഒരു മീഡിയം തീയിൽ അത് അടച്ച് വയ്ക്കുക 10 മിനിറ്റ്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാൻ അത്രയും സമയം ഒന്ന് അടച്ച് വയ്ക്കുക. ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് സബോള, കശുവണ്ടി, അതേപോലെ തന്നെ കിസ്മിസ്, ഇത്രയും സാധനങ്ങൾ മുകളിലിട്ട് ഒന്ന് നിരത്തി എല്ലാം റെഡിയാക്കി വെച്ച് ഇട്ട് അടച്ച് വയ്ക്കാം. അത് തീയും നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം എല്ലാം പാകമായി. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും ഒരു നല്ല സാലഡും പിക്കിളും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.